ഇന്ത്യയുടെ അതിർത്തികൾ ഒരിക്കലും ഇത്രയധികം സുരക്ഷിതമായിരുന്നില്ല. ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ശത്രു രാജ്യങ്ങൾക്ക് ഇന്ന് നടുക്കമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എടുക്കുന്ന ഓരോ പ്രതിരോധ തീരുമാനവും ഇന്ന് ലോക രാജ്യങ്ങൾ അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത്. ആകാശത്ത് പറക്കുന്ന ഏത് ശത്രുവിനെയും മിന്നൽ വേഗത്തിൽ ഭസ്മമാക്കാൻ ശേഷിയുള്ള S-400 ട്രയഫ് എന്ന അത്യാധുനിക ആകാശക്കോട്ട ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തികളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് പാകിസ്ഥാനും ചൈനയും ഇന്ന് അതിർത്തിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു? ഇന്ത്യയുടെ ഈ പുതിയ പ്രതിരോധ കരുത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായും ചൈനയുമായും പങ്കിടുന്ന അതിർത്തികളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആകാശ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ അതിർത്തികൾ ഇനി അജയമാണ്. ആകാശത്ത് പറക്കുന്ന എന്തിനേയും നിമിഷ നേരം കൊണ്ട് താഴെയിടാൻ കേൾപ്പുള്ള ഇന്ത്യയുടെ ആകാശക്കോട്ട S-400 ട്രയഫ് ഇപ്പോൾ പൂർണ്ണതോതിൽ അതിർത്തിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർശനമായ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രീതിയിലാണ് ഈ വിന്യാസം നടക്കുന്നത്. വെറും വാചകമല്ല, ആയുധം കൊണ്ട് മറുപടി പറയുന്ന പുതിയ ഇന്ത്യയുടെ മുഖമാണിത്. ആദ്യം എന്താണ് ഈ S-400 എന്ന് നോക്കാം. ഇതൊരു സൂപ്പർ പ്രതിരോധ സംവിധാനമാണ്. 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിന് ശത്രുക്കളുടെ ഏത് മിസൈലിനെയും വിമാനത്തെയും വളരെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്ത് തകർക്കാൻ കഴിയും. ഒരു കമ്പ്യൂട്ടർ തലച്ചോറ് പോലെ പ്രവർത്തിക്കുന്ന ഇത് ഒരേ സമയം 80ഓളം ലക്ഷ്യങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കാൻ ശേഷിയുള്ളതാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ 5 സ്ക്വാഡ്രോണുകളാണ് വാങ്ങുന്നത്. ഇപ്പോൾ 4ാമത്തെ യൂണിറ്റ് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു. 5ാമത്തേത് നവംബറോടെ എത്തും. ഇതോടെ ഇന്ത്യയുടെ അതിർത്തികൾ ഒരു കില്ലിംഗ് സോണായി മാറും. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനമാണിത്. ഇതിനെ ഒരു മൾട്ടി ലെയേർഡ് ഡിഫൻസ് സിസ്റ്റം എന്ന് വിളിക്കാം. 400 കിലോമീറ്റർ വരെ ദൂരമുള്ള ഏത് ലക്ഷ്യത്തെയും ഇതിന് ട്രാക്ക് ചെയ്യാം. അതായത് ശത്രുരാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് പറന്നുയരുമ്പോൾ തന്നെ നമ്മുടെ റഡാറുകളിൽ അവ കൃത്യമായി പതിയും. ഇതൊരു ഒറ്റപ്പെട്ട മിസൈൽ അല്ല. ഒരേ സമയം 80 ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം വലിയൊരു സംഘത്തെ നശിപ്പിക്കാനും ഇതിന് സാധിക്കും. ശത്രുക്കളുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും പിടികൂടാൻ ഇതിന്റെ പ്രത്യേക റഡാറുകൾക്ക് കഴിയും. മിസൈലുകൾ ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിലാണ് കുതിക്കുന്നത്. 2018 ഇന്ത്യ റഷ്യയുമായി $5.4 ബില്യൺ ഈ വമ്പൻ കരാർ ഒപ്പിട്ടത്. ഇപ്പോൾ നമ്മൾ 4ാമത്തെ സ്ക്വാഡ്രൺ പ്രവർത്തനക്ഷമമാക്കി കഴിഞ്ഞു. ഈ വർഷം നവംബറോടെ 5ാമത്തെയും അവസാനത്തെയും യൂണിറ്റ് സൈന്യത്തിന്റെ ഭാഗവും. പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിങ്ങനെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ചൈനീസ് അതിർത്തിയിലും ഇതിന്റെ സാന്നിധ്യം ശക്തമാണ്. മുമ്പ് ഒരു ആക്രമണം നടന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. ശത്രുവിന്റെ ചിന്ത പോലും ഇന്ത്യയുടെ അതിർത്തി കടക്കില്ല. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ ഇത് ഇന്ന് നമ്മുടെ കരസേനയുടെയും വ്യോമസേനയുടെയും ഭാഗമായത് ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഈ വൻ നേട്ടത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർശനമായ നിലപാടുകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ദീർഘവീക്ഷണപരമായ തീരുമാനമാണ് ഇന്ന് ഈ ഫലം കാണുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന മോദിയുടെ പ്രഖ്യാപനം വെറും വാക്കായിരുന്നില്ല. ആയുധങ്ങൾ വാങ്ങുന്നതിൽ മാത്രമല്ല, സൈനികർക്ക് ഏറ്റവും മികച്ച പരിശീലനം നൽകുന്നതിലും ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിലും അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു. ഇന്ന് ഇന്ത്യ പ്രതിരോധ രംഗത്ത് ലോകത്തിലെ വൻ ശക്തിയായി മാറുന്നത് മോദിയുടെ ഈ അയൺ വില്ല അഥവാ ഇരുമ്പുറപ്പുള്ള തീരുമാനങ്ങൾ കൊണ്ടാണ്. ശത്രുക്കളുടെ നീക്കങ്ങൾ നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിൽ മോദി സർക്കാർ കാണിക്കുന്ന വേഗത, അതാണ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. ഇനി അയൽരാജ്യങ്ങളുടെ കാര്യം നോക്കുക. ചൈനയും പാകിസ്ഥാനും ഇത്രയും കാലം അഹങ്കാരത്തോടെയാണ് ഇന്ത്യയെ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ അഹങ്കാരത്തിന് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ചൈനയുടെ അത്യാധുനിക പോർവിമാനങ്ങൾക്ക് പോലും ഇപ്പോൾ ഇന്ത്യൻ അതിർത്തി കടക്കാൻ ഭയമാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള മറുപടി നിമിഷ നേരം കൊണ്ട് ലഭിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. പാകിസ്ഥാന്റെ കാര്യമാണെങ്കിൽ അവർ ഇപ്പോൾ അതീവ ജാഗ്രതയോടെയും ഭയത്തോടെയുമാണ് അതിർത്തിയിൽ കഴിയുന്നത്. ഇന്ത്യയുടെ സൈനിക കരുത്ത് കണ്ട് അവരുടെ സൈനിക മേധാവികൾ വരെ പകച്ചു നിൽക്കുകയാണ്. ഇത്രയും കാലം ഭീഷണിപ്പെടുത്തി മാത്രം ശീലിച്ചവർക്ക്
ഇന്ന് ഇന്ത്യയുടെ മറുപടി നേരിൽ കാണേണ്ടി വരുന്നത് വലിയൊരു മാറ്റമാണ്. നമ്മുടെ പ്രതിരോധ നയം വളരെ വ്യക്തമാണ്. നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നവരോട് യാതൊരു ധൈര്യവുമില്ലാതെ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുക. ഇതാകട്ടെ രാജ്യം ഇപ്പോഴും സജ്ജമാണെന്ന വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യ നിർമ്മിക്കുന്ന ഓരോ ആയുധവും നമ്മുടെ സ്വയം പര്യാപ്തതയെ വിളിച്ചോതുകയാണ്. ഈ മുന്നേറ്റം ഇനിയും തുടരും. ഇന്ത്യയുടെ ഓരോ ചുവടും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സാധാരണ ഭരണാധികാരിയല്ല, ഒരു ദീർഘദർശിയാണ്. ഏതൊരു പ്രതിസന്ധിയെയും നേരത്തെ കാണാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അതിനനുസരിച്ച് മുൻകരുതലുകൾ എടുക്കാനുള്ള ഇച്ഛാശക്തിയുമാണ് ഇന്ത്യയെ ഇന്ന് ഈ തലത്തിലെത്തിച്ചത്. രാജ്യത്തിന്റെ ഒരു തരി മണ്ണിൽ പോലും ആരും കണ്ണുവെക്കേണ്ട എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതാണ് മോദി പവർ. ശത്രുക്കൾക്ക് അപ്രതീക്ഷിതമായി മാത്രം ലഭിക്കുന്ന തിരിച്ചടികൾക്ക് പിന്നിൽ മോദിയുടെ അങ്ങേയറ്റത്തെ ശ്രദ്ധയും കരുതലും തന്നെയാണ്. നമ്മുടെ സൈനികർക്ക് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആയുധങ്ങളുണ്ട്. അത്യാധുനിക റഡാറുകളും വാനനിരീക്ഷകരും ആകാശത്തെ ഭരിക്കുന്ന S-400 പോലുള്ള സംവിധാനങ്ങളും ഒരു വശത്ത്, മറുവശത്ത് സൈന്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന നരേന്ദ്രമോദിയുടെയും കരുത്തുറ്റ നേതൃത്വവും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇന്ത്യയെ തൊടാൻ ഒരു ശത്രുവിനും കഴിയില്ലെന്ന് ഉറപ്പാണ്. നമ്മൾ ഇന്ന് പ്രതിരോധത്തിൽ മാത്രമല്ല സാങ്കേതിക വിദ്യയിലും ലോകത്തിന് മാതൃകയായി മാറുകയാണ്. ഇത്രയും കാലം അഹങ്കാരത്തോടെ ഇന്ത്യയെ നോക്കിയവർക്ക് ഇന്ന് കൈപ്പേറിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. ചൈനയുടെ ചൈനീസ് വൻമതിലിന്റെ കരുത്തിനെ കുറിച്ച് സംസാരിച്ചവരും പാകിസ്ഥാന്റെ ഭീഷണിപ്പെടുത്തലുകൾക്ക് മുൻപിൽ നിശബ്ദമായിരുന്നവരും ഇന്ന് ഇന്ത്യൻ കരുത്ത് കണ്ട് വിറയ്ക്കുകയാണ്. ഇന്ന് ചൈനയുടെ അതിർത്തി ആയാലും പാകിസ്ഥാന്റെ അതിർത്തി ആയാലും ഇവർ ഇപ്പോൾ ഇരിക്കുന്നത് വലിയൊരു ഭയത്തോടെയും അതീവ ജാഗ്രതയോടെയുമാണ്. എപ്പോൾ എവിടെ നിന്ന് ഇന്ത്യയുടെ തിരിച്ചടി വരും എന്നറിയില്ല. ഒരു ചെറിയ അനക്കം പോലും ഇന്ത്യൻ സൈന്യം ഒപ്പിയെടുക്കുന്നുണ്ട്. ഇത്രയും നാളും അവർ കരുതിയത് ഇന്ത്യ അവരുടെ മുന്നിൽ തകരുമെന്നായിരുന്നു. എന്നാൽ ഇന്ന് മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ഓരോ നീക്കവും അവരുടെ തന്ത്രങ്ങളെ തകർത്തെറിയുകയാണ്. അവരുടെ അഹങ്കാരത്തിന് ഇന്ത്യ മറുപടി നൽകുന്നത് വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധത്തിന്റെയും മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടാണ്. ഈ ജാഗ്രതയോടെ അവർക്ക് ഇനി അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ കരുത്ത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. വർഷങ്ങളോളം ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രകോപനം സൃഷ്ടിച്ച് അതിലൂടെ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചവർക്ക് വർത്തമാനകാല ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. ചൈനയായാലും പാകിസ്ഥാനായാലും അവർ ഇന്ന് അതിർത്തിയിൽ പരീക്ഷിക്കുന്ന ഓരോ നീക്കവും നമ്മുടെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾ മുൻകൂട്ടി കണ്ട് തകർക്കാൻ സജ്ജമാണ്. ഇതൊരു കേവലമായ സൈനിക വിന്യാസമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏത് കൈകളെയും തകർക്കാനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിരോധ വിപ്ലവം വെറുമൊരു സാങ്കേതിക മാറ്റമല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഇന്ന് ശക്തമാണ്. അതിന് കാരണം നമ്മുടെ സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ ഉയരുന്ന ഈ സൈനിക കരുത്തുമാണ്. ശത്രുരാജ്യങ്ങൾ തങ്ങളുടെ അഹങ്കാരത്തെക്കുറിച്ച് വാചാലമാകുമ്പോൾ ഇന്ത്യ മറുപടി നൽകുന്നത് നിശബ്ദമായ എന്നാൽ പ്രഹരശേഷിയുള്ള ഇത്തരം പ്രതിരോധ പദ്ധതികളിലൂടെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.